ഹലോ മക്കേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ശ്രീഭാമ മിസ് ആണ്. അപ്പൊ ഇന്ന് മിസ് വന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ യോധ ബാച്ചിനെ പറ്റി എന്റെ മക്കൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ പലർക്കും പല പല സംശയങ്ങൾ. ഇപ്പൊ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്, അങ്ങനെ പല പല ക്വസ്റ്റ്യൻസുകൾ പലരും ചോദിക്കുന്നുണ്ട്. സോ ഇന്ന് മിസ് വന്നത് ഹൗ അവർ യോധ ബാച്ച് ക്യാൻ ഇംപ്രൂവ് സ്റ്റുഡൻസ് അക്കാഡമിക്സ്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നത് തന്നെ വൈ ഐ നീഡ് ടു ജോയിൻ യോധ ബാച്ച്, എന്താണ് ഇതിന്റെ യൂസ്, വാട്ട് ഇസ് എ പേർപ്പസ്, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക, ഹൗ ക്യാൻ ഐ ഇംപ്രൂവ് അല്ലെ. ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ഉള്ളിലുള്ള സംശയങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും. സോ ഇന്ന് നമ്മളത് ക്ലാരിഫൈ ചെയ്യാൻ പോവാണ്. യോധ ബാച്ചിൽ എന്തൊക്കെയാണെന്നുള്ള ഈച്ച് ആൻഡ് എവറി പോയിന്റ് മിസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. റെഡി അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ യോധ ബാച്ചിനെ പറ്റി ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നിങ്ങൾ 8th CBSE പുതിയ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ഒരു മുമ്പത്തെ വർഷമാണ് ഇൻട്രൊഡ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തത് അല്ലേ. സോ ജസ്റ്റ് ഒരു 1 year ഒക്കെ ആയിട്ടേ ഉള്ളൂ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഇൻട്രൊഡ്യൂസ് ആയി വന്നിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ അല്ലെങ്കിൽ റെഫർ ചെയ്യാനുള്ള സാധനങ്ങളൊന്നും പലപ്പോഴും പലർക്കും എന്ത് ചെയ്യാറില്ല, അവൈലബിൾ അല്ല, പ്രത്യേകിച്ച് CBSE മക്കൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും, എങ്ങനെയാണ് ഇത് പഠിച്ച് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുക, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും പെർഫെക്റ്റ് ഓപ്ഷനാണ് മക്കളെ നമ്മുടെ യോധ ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ യോധ ബാച്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അഡ്വാൻറ്റേജസ് ആയി കിട്ടുന്നത്, ഇതാണ് നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക അല്ലെ. മിസ് പറഞ്ഞുതരാം, സിമ്പിൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. എല്ലാ സബ്ജക്റ്റിന്റെയും ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതിതാ ഓരോരോ സാധനങ്ങൾ ഇതേപോലെ നമ്മുടെ ആപ്പിന്റെ ഓരോരോ ഫീച്ചേഴ്സും മിസ്സോട് അടക്കം വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് തന്നെ നോട്ടീസസും കാര്യങ്ങളും ഉണ്ട്, ഓരോരോ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ എല്ലാ ക്ലാസ്സുകളും ഓൾ ക്ലാസ്സസ് ഉണ്ട്. കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ്, ബയോളജി, ഹിസ്റ്ററി തുടങ്ങിയിട്ട് എന്തൊക്കെയാണോ നമുക്ക് 8th CBSE ആവശ്യം അത് കംപ്ലീറ്റ് നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ അല്ലേടാ, റെഡി അല്ലേ? അപ്പോൾ ഓൾ ക്ലാസ്സസിന് അവിടെ പോയാൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിന്റെ എല്ലാ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അപ്ഡേഷൻസും കാര്യങ്ങളും ലഭിക്കും. നോട്ടീസിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. റെഡി. പിന്നെ പലപ്പോഴും പലർക്കുള്ള സംശയമാണ്, ഈ പേൾ വീഡിയോ എന്താ മിസ്സേ, എന്താ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ എന്താ അതിന്റെ ഒരു പേർപ്പസ് എന്ന് ചോദിക്കുന്നവർ പലരും ഉണ്ട്. സോ നമ്മുടെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പേൾ വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പൊ പേൾ വീഡിയോയില് നിങ്ങൾക്ക് ഇപ്പോൾ കെമിസ്ട്രിയുടെ കേസാണ് മിസ് പറയുന്നുണ്ടെങ്കിൽ, മിസ് കെമിസ്ട്രി ആയതുകൊണ്ട് പറയാം, കെമിസ്ട്രിയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലാസ് കാണുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ ഒരു ക്ലാസ് കണ്ടാൽ നല്ലതല്ലേ, ഒരു എക്സ്ട്രാ ക്ലാസ് കണ്ടാൽ നല്ലതല്ലേ. കാരണം അത് കണ്ടതിന് ശേഷം ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കും, പല ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. അത് ക്ലാരിഫൈ ചെയ്യാനും ക്ലാസ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി മനസ്സിലാക്കാനും നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ റെക്കോർഡ് ക്ലാസ് കണ്ടതിന് ശേഷം ലൈവ് ക്ലാസ്സിലോട്ട് വരുന്നത് അല്ലടാ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ റെക്കോർഡഡ് ആയിട്ടുള്ള പേൾ വീഡിയോന്റെ ആക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതേപോലെ തന്നെ പേൾ എല്ലാ സബ്ജക്റ്റിനെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ ഈച്ച് ആൻഡ് എവറി ചാപ്റ്റേഴ്സിന്റെ സെക്ഷൻ അതും ചെറിയ നോട്ട്സുകളാണ് നമ്മൾ തരുക. അല്ലാണ്ട് ഫുൾ വലിയ ക്ലാസ് അല്ല, 25-30 അല്ലെങ്കിൽ 45 മിനിറ്റ്സിന്റെ ക്ലാസ് അല്ല, മറിച്ച് 10 minutes 15 minutes അങ്ങനെ ചെറിയ ടോപ്പിക് വൈസ് ആയിട്ടാണ് നിങ്ങൾക്ക് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ കിട്ടുന്നത്. അപ്പൊ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് മാത്രമേ ഡൗട്ട് ഉള്ളെങ്കിൽ അത് ഡയറക്റ്റ് കണ്ടാൽ തന്നെ അതിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. സെറ്റ് അല്ലേ? ഇനി അടുത്തത് DPPസിന്റെ കേസാണ്. DPP എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് പഠിച്ചു, അത് കഴിഞ്ഞാൽ ഒരു 5 or 6 അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ എക്സ്ട്രാ ചെയ്ത് പഠിച്ചാലോ, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നല്ലതല്ലേ? കാരണം ഏറ്റവും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന വലയ്ക്കുന്ന സാധനം MCQ ക്വസ്റ്റ്യൻസ് തന്നെയാണല്ലേ. എന്തോരം ബുദ്ധിമുട്ടാണ്, അവിടെ ഇവിടെയും കൺഫ്യൂഷൻസ് വരും, ഓപ്ഷൻസിൽ പ്രശ്നങ്ങൾ വരും. സോ അതുകൊണ്ട് MCQ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് DPP എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ ആപ്പിനകത്തുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഓരോരോ ക്ലാസ് കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ഓരോന്നും നിങ്ങൾക്ക് നോക്കി സെറ്റ് ആക്കി തന്നെ പഠിക്കാൻ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് പറ്റും. അതും എന്താണ് നമ്മുടെ ആപ്പിനകത്തുള്ള ബെസ്റ്റ് ഫീച്ചർ ആണ്. പിന്നെ മോഡൽ എക്സാംസ്, എല്ലാ ചാപ്റ്റേഴ്സിന്റെയും മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും. അതുപോലെ യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഒരു യൂണിറ്റ് കഴിയുന്നു, ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്നു, പഠിക്കുന്നു, സെറ്റ് ആക്കുന്നു. അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും എല്ലാത്തിന്റെയും പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ പല രീതിയിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും കൂടി രീതിയിൽ എങ്ങനെയാണോ നിങ്ങളുടെ ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതേ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിനകത്ത് ലഭിക്കാൻ പോകുന്നത്. സോ മോഡൽ എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഇൻ ആപ്പ് കമ്മ്യൂണിറ്റി പറഞ്ഞ പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇൻ ആപ്പ് കമ്മ്യൂണിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ആപ്പിനകത്ത് തന്നെ കമ്മ്യൂണിറ്റി. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഓരോരോ ഡൗട്ടുകൾ, അപ്പോൾ ഹോംവർക്ക്സ് കേസ് അല്ലെങ്കിൽ ഇതേപോലെ ഇപ്പം മിസ് ഒരു ഹോംവർക്ക് തന്നു വിചാരിക്കുക, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ സംസാരിക്കാം. നിങ്ങൾക്ക് അറിയാത്ത ആളുകളോട് പോലും നിങ്ങൾക്ക് സംസാരിക്കാം. അതേപോലെ നിങ്ങൾക്ക് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യാം, വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ടുകൾ ചോദിക്കാം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇടയിൽ എന്താണോ ബിൽഡപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എന്താണോ ഡൗട്ട്സുകൾ ഉള്ളത്, ക്ലാരിഫൈ ചെയ്യാനുള്ളത്, അതൊക്കെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്.
അപ്പൊ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതേപോലെ നോട്ടീസും കാര്യങ്ങളും എന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. ഇങ്ങനെ ക്ലാസ് ഇങ്ങനെയാണ്, ഈ സമയത്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് അറിയാൻ പറ്റും. സോ ഇൻ ആപ്പ് കമ്മ്യൂണിറ്റി നല്ല അടിപൊളി ഫീച്ചേഴ്സ് ആണ്. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് എവിടെയുണ്ട്, നമ്മുടെ ബാച്ചിനകത്തുണ്ട്. അപ്പൊ എന്തിന് യോധാ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് ഒരു കുട്ടി ചോദിച്ചാൽ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാതെ തന്നെ പറയാം, ഇത്രയും കാര്യങ്ങൾ നല്ല അടിപൊളി കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഇൻസ്റ്റാലേൺ ലഭിക്കും, മൈൻഡ് മാപ്പ് ലഭിക്കും. ഓക്കെ, ഇൻസ്റ്റാലേൺ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരൊറ്റ ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഇൻസ്റ്റാലേൺ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പഠിച്ച ആ ചാപ്റ്റർ മൊത്തം പഠിച്ച പോലെ. അപ്പൊ ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞ് ഒന്ന് റിവിഷൻ ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റാലാണ്. അത് കഴിഞ്ഞ് മൈൻഡ് മാപ്പ്, അത് ഭയങ്കര ഷോർട്ട് സാധനങ്ങളാണ്. നിങ്ങൾ പഠിച്ചതിന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം അടക്കം ചെറിയ പോയിന്റ് ആയിട്ടുള്ള മൈൻഡ് മാപ്പുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. റെഡി? അപ്പൊ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ യോധാ ബാച്ചിലുണ്ട്. അപ്പൊ 3 രീതിയിൽ പർച്ചേസ് ചെയ്യാം: ബേസ്, ഇൻഫിനിറ്റി പ്രോ. ബേസ് പറയുന്ന സമയത്ത് വളരെ ചെറിയ എമൗണ്ടിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ 1 ഇയറിന്റെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യോധാ ബാച്ചിന്റെ പർച്ചേസ് കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നത് കേട്ടോ. സോ ഒറ്റവെട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടി പറ്റും. റെഡി? എന്താ ഇനിയിപ്പോൾ ഇതിന്റെ വ്യത്യാസം എന്ന് പലർക്ക് സംശയമുണ്ടെങ്കിൽ അതുകൂടെ മിസ് പറയാം. ബേസ് പ്ലാൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ക്ലാസ്സുകൾ ലഭിക്കുന്നതും നോട്ട്സ്, DPP, ആപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങിയ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ബേസ് പ്ലാൻ സെലക്ട് ചെയ്താൽ മതി. പക്ഷേ ഇൻഫിനിറ്റിയിലോട്ട് വരുമ്പോൾ എന്താ മിസ് ഉപകാരം ചോദിച്ചാൽ, നമുക്ക് ഈ പേൾ വീഡിയോന്റെ ആക്സസ് ഇൻഫിനിറ്റി ബാച്ചിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇൻഫിനിറ്റി തന്നെ സെലക്ട് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് എൻഡ് ഗെയിം ബാച്ചിന്റെ ആക്സസും അപ്കമിംഗ് വീഡിയോന്റെ ആക്സസും ഒക്കെ ലഭിക്കാനും അങ്ങനെയുള്ള കുറച്ച് കൂടുതൽ ഫാൽക്കൺ ബാച്ചിന്റെ ആക്സസുകളൊക്കെ ലഭിക്കുക, ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ കുറച്ചും കൂടെ കാര്യങ്ങൾ കിട്ടുന്നത് എവിടെയാണ് ചോദിച്ചാൽ നമ്മൾ ഇൻഫിനിറ്റി പ്രോയിലാണ്. ഇൻഫിനിറ്റി പ്രോ 2 അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ പേൾ വീഡിയോന്റെ ആക്സസിനും ഇൻഫിനിറ്റി പ്രോ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഫാൽക്കൺ ബാച്ച് കൂടെ ലഭിക്കും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് നമ്മുടെ ബാച്ചിനകത്തുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ. ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പം പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇനിയും ലേറ്റ് ആക്കേണ്ട, അടിപൊളിയായിട്ട് വേഗം തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. ബൈ.